നമസ്കാരം, സ്പോർട്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ആ ദിവസം, ദ ബിഗസ്റ്റ് റിവഞ്ച് ഡേ. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 7 മണിക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ തുല്യമായ മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഞ്ജു സാംസൺ തുടരുമോ? പിച്ച് റിപ്പോർട്ടും വെതർ റിപ്പോർട്ടും നൽകുന്ന സൂചനയെന്ത്? എല്ലാം നമുക്കൊന്ന് വിശദമായി വിലയിരുത്തി പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് ടീമിൻ്റെയും സാധ്യത പ്രോബബിൾ ലൈനപ്പ് ഒന്ന് വിലയിരുത്തി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ലൈനപ്പ് വിലയിരുത്തി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, കഴിഞ്ഞ കളിയിൽ കളിച്ച സെയിം പ്ലേയിങ് 11 നിലനിർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സഞ്ജു സാംസൺ തുടരാൻ തന്നെയാണ് സാധ്യതയെന്നും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഒരു പ്രോബബിൾ ലൈനപ്പ് ഇങ്ങനെയായിരിക്കാം. സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മയും കൂടി ഓപ്പൺ ചെയ്യും. ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവം ഡ്യൂബെ, അക്സർ പട്ടേൽ, ഹർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ ഈ ഒരു പ്ലേയിങ് 11 വെച്ചുകൊണ്ട് ഇറങ്ങാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറുഭാഗത്താവട്ടെ പല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അവരുടെ പ്രോബബിൾ ലൈനപ്പിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു പ്രോബബിൾ ലൈനപ്പ് ഇങ്ങനെയായിരിക്കാം. ബ്രാൻഡൻ കിങ്ങും ഷെയ്ഖ് ഹോപ്പും കൂടി ഓപ്പൺ ചെയ്യും. ഷിംറോൺ ഹെഡ്മയർ, റോബൻ പവല്, ഷഫാനെ റുദർഫോർഡ്, റോസ്റ്റൻ ചേസൺ, റൊമാരിയോ ഷെഫേർഡ്, ജെയ്സൺ ഹോൾഡർ, മാത്യു ഫോർഡ് അല്ലെങ്കിൽ അക്കിൽ ഹുസൈൻ, ഗുത്കോഷ് മോട്ടിയ, ഷമാർ ജോസഫ് ഈ ഒരു പ്ലേയിങ് വെച്ച് ഇറങ്ങാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കൊൽക്കത്തയിലെ ഒരു ഈഡൻ ഗാർഡൻ്റെ പിച്ചിൻ്റെ ഒരു സ്വഭാവം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു പിച്ചാണെന്നാണ് പറയുന്നത്. അതായത് സ്പിന്നേഴ്സിന് കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ട് വിക്കറ്റൊക്കെ എടുക്കാൻ പറ്റിയൊരു പിച്ചാണെന്നും പറയുന്നു. കൂടാതെ ബാറ്റേഴ്സ് നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റിയൊരു പിച്ച് കൂടിയാണെന്ന് പറയുന്നു. പിന്നെ പേസേഴ്സ് ബോൾ ചെയ്യുന്ന സമയത്ത് ബോൾ നല്ലതുപോലെ ബൗൾ ചെയ്യാനും വിക്കറ്റുകൾ എടുക്കാനും സാധിക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെവി ഡ്യൂ സെക്കൻഡ് ഇന്നിങ്സ് സമയത്ത് ഒരു പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഹെവി ഡ്യൂ വരുന്ന സമയത്ത് ചേസിങ് കുറച്ച് ഡിഫിക്കൽട്ട് ആകുമെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് ലഭിക്കുകയും പോകെ അത് ഈസിയായി മാറുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പിച്ച് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടോസ് ഒരു ഇമ്പാക്റ്റ് ഘടകമായിട്ട് വരാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ടോസ് കിട്ടുന്നവർ ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ബാറ്റിംഗ് ചെയ്ത ടീം തന്നെയാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളതെന്നും ഇവരുടെ പിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള ഏറ്റുമുട്ടിയപ്പോഴുള്ള ഹെഡ് ടു ഹെഡ് നമ്മൾ T20 വെച്ച് നോക്കുകയാണ്. അവരുടെ ഹെഡ് ടു ഹെഡ് ഒന്ന് പരിശോധിക്കുമ്പോൾ 30 മാച്ചുകളാണ് ഇവർ തമ്മിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 19 എണ്ണത്തിലും ഇന്ത്യയാണ് വിജയിച്ചിട്ടുള്ളത്. 10 എണ്ണം മാത്രമാണ് വെസ്റ്റ് ഇൻഡീസ് വിജയിച്ചിട്ടുള്ളതെന്നും ഇവരുടെ ഒരു ഹെഡ് ടു ഹെഡിൽ പറയുന്നുണ്ട്. പിന്നെ ടൈയും നോ റിസൾട്ടും ഒരു തവണ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇനി ഫസ്റ്റ് ബാറ്റിംഗ് എടുത്ത സമയത്ത് വിജയിച്ചിട്ടുള്ളത് 4 തവണയും അതുപോലെ തന്നെ ചേസിങ് അതായത് ബോളിംഗ് എടുത്തുള്ള സമയത്ത് ഒരു തവണയും മാത്രമാണ് വിജയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 180+ ആണെന്നും പറയുന്നു. പിന്നെ സെക്കൻഡ് ബാറ്റിംഗ് ആവറേജ് സ്കോർ 140+ ആണെന്നും പറയുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഒരു വെതർ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ കാറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 17 km/h ആണെന്ന് പറയുന്നു. പിന്നെ ക്ലൗഡ് കവറും 31% പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു കിടിലമായ പോരാട്ടം തന്നെ കാണാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ഡു ഓർ ഡൈ മാച്ചാണ്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ ഒരു കിടിലം പോരാട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാം. ഇവിടെ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഈ മത്സരം വിജയിച്ച് നമ്മുടെ ചുളക്കുട്ടികൾ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി സ്പോർട്സ് ചാനൽ വീണ്ടും എത്താം.